ഈ ഒരു ടൈപ്പായിട്ടല്ല, ഞാൻ സിനിമയുടെ കാര്യം പറയുക, സീരിയലല്ല, ഒരു ടൈപ്പ് കാസ്റ്റ് ആയിട്ട്. സിനിമയിൽ അങ്ങനെ ഇല്ല. സിനിമയിൽ ആദ്യമൊക്കെ കുറേ ഈ പാവപ്പെട്ട അച്ഛനായിട്ടും ഒക്കെ ആയിരുന്നു കൂടുതൽ വന്നിരുന്നത്. പക്ഷെ പിന്നീട് അതല്ല, ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് സിനിമയിൽ വരുന്നുണ്ട്. ചെറിയ സിനിമ ആണെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നല്ലതായിരുന്നെങ്കിൽ മതി. ഒരു കഥാപാത്രം കിട്ടുമ്പോൾ സാർ എന്താ ചെയ്യുന്നത്? പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ, അതോ സെറ്റ് ചെന്നുള്ള ഒരു? അല്ല, നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഇതുപോലെ ഉണ്ടോ അങ്ങനെയൊക്കെ ഒരു സ്റ്റഡി വരും, നിരീക്ഷണമുണ്ട്. അത് നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ട് അത് പെർഫോം ചെയ്യുമ്പോൾ അവർ അപ്രൂവ് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്യും. ഈ വിധേയൻ്റെ ക്യാരക്ടർ സാറിൻ്റെ മനസ്സിൽ എങ്ങനെ കിട്ടിയത്? എങ്ങനെയാണ് സാർ അത്? അടുഗോപാഷിൻ്റെ സൃഷ്ടി മാത്രമേ സാർ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചാൽ? ഞാനിത് പുസ്തകം വാങ്ങിച്ച് വായിച്ചു ആദ്യം തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, പുസ്തകം വായിച്ചോട്ടെ എന്ന് ചോദിച്ചു. വായിച്ചോളാൻ പറഞ്ഞു. അത് വായിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഒരു ഇത് വന്നിട്ടുണ്ട്. അതിൽ ആ കൂടെയുള്ള പ്രശ്നം, സക്കറിയയുടെ കഥയിൽ ഒരു കാർട്ടൂണിക്കാണ് ഈ ക്യാരക്ടർ. പക്ഷേ ഈ സിനിമയിൽ കാർട്ടൂണിക്കല്ല, അത് വളരെ നാച്ചുറലായിട്ടുള്ള അത് ആക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ, ആദ്യത്തെ സീനിലുള്ള പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാമറാമാനും ഡയറക്ടറും തമ്മിലുള്ള ഒരു നോക്കി അവരൊരു അപ്രൂവ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അവരുടെ മുഖഭാവം കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാം. ഒരു മനസ്സിലൊരു ധൈര്യമായി. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി. നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എങ്ങനെയാണ്? ആ സിനിമ അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കോമ്പിനേഷൻ സീനുണ്ട് നിങ്ങൾ തമ്മിൽ, മമ്മൂക്കയും. അപ്പോൾ എന്തെങ്കിലും സജഷൻ വല്ലതും പറഞ്ഞു തരുമായിരുന്നോ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. അടൂർ സാറിൻ്റെ പടത്തിൽ അങ്ങനെയുള്ള ബാക്കിയുള്ളൊരു സജഷൻ പഠിപ്പിക്കലൊന്നും അവിടെ എടുക്കില്ല. പുള്ളി പറയുന്നതനുസരിച്ച് ചെയ്യാന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ചെയ്യാം. അത് വേണമെങ്കിൽ വേണമെന്ന് പറയും, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുന്നുള്ളൂ. മമ്മൂക്കയ്ക്ക് വലിയ കേൾക്കാനേ പറ്റത്തുള്ളൂ, ഇത്രയും വലിയ നടനായിട്ട് പറ്റുള്ളൂ. അല്ല, അങ്ങനെ വലിയ സ്കൂളിൽ നിന്ന് വന്ന ആള് ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ പടങ്ങളിൽ ഡയലോഗിന് പോലും പ്രസക്തിയില്ല. എന്തെങ്കിലും പറയുന്നൊരു സിനിമ സെറ്റപ്പായിട്ട് മാറിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ എഴുതിയിരിക്കുന്നത് നേരെയാണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ആ നേരെ ആക്കിയേ ഞാൻ പറയൂ. അത് വേണ്ടാന്നുള്ളൊരു ഞാൻ മാറിക്കൊള്ളാം, വേറെ ആളോ ചെയ്തോളൂ. സാറിൻ്റെ ശൈലിയിലിട്ട് മാറ്റുന്നാണോ പറയുന്നത്? എഴുത്തിൻ്റെ മനുഷ്യ വർത്തമാനം പറയുന്ന രീതിയുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വാഭാവിക അഭിനയം എന്ന് പറഞ്ഞാൽ എം.ആർ. ഗോപകുമാറിൻ്റെ സ്വാഭാവിക അഭിനയം അല്ല അവിടെ വേണ്ടത്. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഒരു സ്വാഭാവിക അഭിനയമുണ്ട്, അതാണ് വേണ്ടത്. അല്ല, എൻ്റെ സ്വാഭാവിക അഭിനയം ചെയ്താൽ ഞാൻ എല്ലാ കഥാപാത്രവും ഒരുപോലെ ഇരിക്കും, അല്ലേ? അതല്ല വേണ്ടത്. അപ്പോൾ സ്വാഭാവിക അഭിനയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വർത്തമാനം പറയും പോലെ പറഞ്ഞാൽ അതല്ല. ആ കഥാപാത്രം സാധാരണ എങ്ങനെ വർത്തമാനം പറയുമ്പോൾ അത് പറയും. ചില കഥാപാത്രങ്ങൾ എക്സാജറേറ്റ് ചെയ്തായിരിക്കും അവർ സംസാരിക്കുന്നത്. ആ കഥാപാത്രം നമ്മൾ എക്സാജറേറ്റ് ചെയ്യണം, അല്ലാതെ നമ്മൾ അവിടെ സാധാരണ സംസാരിക്കുമ്പോൾ സംസാരിച്ചാൽ പോരാ. അങ്ങനെ ചില സജഷനൊക്കെ സാർ പറഞ്ഞു കൊടുക്കും, ഈ സംഭവം ഇങ്ങനെ പറയട്ടെ എന്നൊക്കെ പറയുമ്പം ഞാൻ പറയും ഇങ്ങനെ ചെയ്യും, മറ്റേ രീതിയിൽ ചെയ്യും പറയുമ്പോൾ അത് അങ്ങനെ അല്ലല്ലോ സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെ അത് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്നു. അപ്പം അങ്ങനെ മതി എന്ന് പറയുന്നവർക്ക് എന്താ മറുപടി കൊടുക്കാൻ പറ്റുന്നത്? മതി എന്ന് പറയുന്നവർ അവരുടെ വിധി, അത്രേ ഉള്ളൂ. അവർ പറയുന്നത് തെറ്റായിരിക്കും. നമുക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? അത്രേ ഉള്ളൂ. ഈ ചിലതിൽ അങ്ങനെ അവർ നിർബന്ധം, അത് തിയററ്റിക്കലി ഡയറക്ടറാണ് ഏറ്റവും വലിയ ആൾ, യാതൊരു സംശയമില്ല. അപ്പോൾ അത് അപ്രൂവ് ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവസാനം ഇതാണ് ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറയുന്നത് ചെയ്യും. ഈ തുടക്ക സമയത്ത് ഇപ്പോൾ സാറ് ഫ്ലെക്സിബിളായിട്ട് പോകും, തുടക്ക സമയത്ത് നാടകത്തിൻ്റെ ഒരു സ്വാധീനം അഭിനയത്തിൽ ഒരുപാട് എനിക്കത് വന്നില്ല അധികം. സാധാരണ ഒരുപാട് പേർക്ക് അത് വന്നിട്ടുണ്ട്. നാടകത്തിൽ നിന്ന് നാടകം സിനിമയിൽ നാടകം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കെ സംസാരിക്കണം, വലിയ വൈഡായിട്ടുള്ള ജസ്റ്റേഴ്സ് വേണം. കാരണം ഏറ്റവും പുറകിലിരിക്കുന്ന 5000 പേരിരിക്കുന്ന ഓഡിയൻസിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആളിന് വരെ ഇത് കേൾക്കണം, ഓഡിബിൾ ആവണം. അതുപോലെ തന്നെ ഈ ജസ്റ്റേഴ്സ് എല്ലാം കാണണം. അപ്പോൾ അത്രയും വൈഡായിരിക്കണം ജസ്റ്റേഴ്സ്, ലൗഡായിരിക്കണം വോയിസ്. സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ വേറൊരു മീഡിയത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ക്യാമറ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട്, ആ മീഡിയത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്. നമ്മളെ എങ്ങനെ കാണിക്കണം എന്നുള്ള ക്യാമറ തീരുമാനിക്കുന്നുണ്ട്, ലെൻസ് തീരുമാനിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ക്ലോസ് ഷോട്ട്, ഇപ്പോൾ ടൈറ്റ് ക്ലോസുള്ള ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ കൈ എടുക്കുമ്പോൾ ഈ കൈ മാത്രം ഇങ്ങനെ പോകുമ്പോൾ വൃത്തികേടായിരിക്കും ഫേസിൽ കൂടെ. അപ്പോൾ ഏത് ഷോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാം. വൈഡ് ഷോട്ടാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൈയും കാലും ഒക്കെ എടുത്ത് സംസാരിക്കും. ക്ലോസ് ഷോട്ടിൽ നമ്മൾ
വളരെ പിന്നെ ഈ ജസ്റ്റേഴ്സ് അധികം ഇല്ലാതെ സംസാരിക്കണം. ഇത് എക്സ്പീരിയൻസ് കൊണ്ടാണ് വരുന്നത്. പക്ഷേ നാടകത്തിൽ നിന്ന് വന്ന പലർക്കും അവർ മൊത്തത്തിൽ ഇങ്ങനെ ഇളകി പറയും, സംസാരിക്കും. അപ്പോൾ ഈ ചെറിയ ഷോട്ടിൽ പോലും കൈയും കാലും ഒക്കെ ഇങ്ങനെ മുഖത്തൂടെയൊക്കെ വന്ന് പോകും, ക്ലോസ് ഷോട്ടിൽ പോലും. അത് വലിയ ബുദ്ധിമുട്ടാകും. പിന്നെ വളരെ ഈ എന്താ ആർട്ടിഫിഷ്യൽ റെൻഡറിങ് വരും സിനിമയിൽ. പലരും ഈ ശബ്ദം എന്താ പ്രൊഫഷണൽ നാടകത്തിനെ കുറിച്ച് ആക്ഷേപിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ, മിമിക്രിക്കാരെ ആക്ഷേപിക്കുന്നത്, ശബ്ദമൊക്കെ വേറെ ശബ്ദം കള്ളത്തൊണ്ടയിലൊക്കെ പറഞ്ഞിട്ട് അത് പറയാൻ ശ്രമിക്കും. അതൊക്കെ കുഴപ്പമാവും. അങ്ങനെ പല നമ്പർ 1 നാടക നടന്മാരും വന്ന് നക്ഷത്രക്കാലുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലേ സിനിമ വന്നിട്ട് നമ്പർ 1, അതായത് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിച്ചോണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം വന്ന് ചെയ്തത് തന്നെ ഒരു സീരിയലിൽ ഗേറ്റ് തുറന്നു, നായകൻ ഗേറ്റ് തുറന്നു, അത് ചെയ്ത് അതുപോലും പറ്റുന്നില്ല, ആളിപ്പോയി, ചീത്ത വിളിച്ച്, ആ ഡയറക്ടർ ചീത്ത വിളിച്ച്. അപ്പോഴും നാടകം കയറി വരുമോ അല്ലേ? അല്ല സാർ ഇത് 3 അനുഭവിച്ച ആള്, നാടകം, സീരിയല്, സിനിമ. ഇപ്പൊ പിന്നെ ഈ സിനിമയും സീരിയൽ സാർ ഒരുപോലെ കൊണ്ടുപോവുകയാണ്. സീരിയലിന്റെ സെറ്റപ്പ് വേറെയാണ്, വളരെ സ്ലോ ആയിട്ടാണ്. എല്ലാം നമുക്ക് നമ്മുടെ റിസോഴ്സസ് എല്ലാം വളരെ ലിമിറ്റഡ് ആണ്. വളരെ എന്താ പിന്നെ പൈസ കുറവാണ്, ക്യാമറ ക്രൂ മെമ്പേഴ്സ് കുറവാണ്, ലൈറ്റ് കുറവാണ്, എല്ലാം കുറവാണ്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതൊക്കെ എടുക്കുന്നത്. അല്ല ഒരാഴ്ച സാർ സീരിയലിനകത്താണെങ്കിൽ അടുത്ത ആഴ്ച സിനിമയിലേക്ക് പോകും. ഈ അഭിനയത്തെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണ്? സീരിയലിലും സിനിമയിലും അഭിനയം വലിയ വ്യത്യാസമില്ല. രണ്ടും ക്യാമറ കുറച്ച് സ്ലോ അല്ല, മറ്റേത് ഇത് കുറച്ച് ഫാസ്റ്റും അല്ല. മറ്റേ സീരിയലിൽ സമയം കിട്ടില്ല നമുക്ക് ക്യാരക്ടറാക്കി ആകാനെന്നുള്ള സമയം. ഒറ്റ വായിക്കുക പോലും ഇല്ല. ചിലപ്പോൾ നമ്മൾ ഒരു സീൻ വരുന്നത് തന്നെ പേജ് വൈസ് ആയിട്ടായിരിക്കും വരുന്നത്. ആദ്യം ഒരു പേജ് വരും, നമുക്കിത് എടുക്കാം എന്നും പറഞ്ഞാൽ അതങ്ങ് എടുക്കും. എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത പേജ് വരുന്നത്. അടുത്ത പേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം പോലും വായിക്കാതെ പറഞ്ഞത് കേട്ട്, അവർ പറയുന്നത് കേട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് ആ ക്യാരക്ടർ വരുന്നതുകൊണ്ട് ആ ക്യാരക്ടർ എന്താണെന്ന് അറിയാം. എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. സിനിമയിൽ ആ പ്രശ്നം വരുന്നില്ല. സിനിമയിലെല്ലാം മിക്കവാറും എല്ലാം, ചിലതൊക്കെ ആ സ്പോട്ടിൽ എഴുതുന്നല്ലേ ഉള്ളൂ. മിക്കവാറും എല്ലാം നേരത്തെ എഴുതിയതാണ്. പക്ഷെ നേരത്തെ വായിക്കുന്നില്ല. ആ സീൻ തുടങ്ങും മുമ്പേ ആ സീൻ കൊണ്ടുവന്ന് വായിക്കും, അത്രേ ഉള്ളൂ. ഈ വലിയ പ്രോജക്റ്റിൽ ഇപ്പം പുലിമുരുകനെ പോലെയുള്ള, അല്ലെങ്കിൽ മഹാസമുദ്രത്തെ പോലെയുള്ള, അല്ലെങ്കിൽ ഈ വിധേയനെ പോലെയുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ സാറിന് സമീപിക്കുന്നില്ല. വലിയ ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നില്ല, അങ്ങനെ സിനിമയിൽ വരുന്നില്ല. പക്ഷേ ചെറിയ സിനിമകളിൽ വലിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതെന്തായിരിക്കും? ഇപ്പോൾ ഒരുപാട് വലിയ പടങ്ങൾ നടക്കുന്നുണ്ടല്ലോ, വരുന്നില്ല. അതിലേക്ക് ഒരു ക്ഷണം കിട്ടാതെ വരുന്നില്ല. അത് നമ്മളെക്കാളും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട് എന്നുള്ള ഇതുകൊണ്ടായിരിക്കും, അവർക്ക് തോന്നലുണ്ടായിരിക്കും. നമ്മളെക്കാളും ആപ്റ്റായിട്ടുള്ള മറ്റേ ആളാണെന്ന് തോന്നുന്നുകൊണ്ടായിരിക്കും. അത് സിനിമ മാറിയതുകൊണ്ടാണോ? സിനിമ എങ്ങനെ മാറുന്നു? ഞാൻ ചെയ്യുന്നത് ഇപ്പം ഒരു സൈസ് പിള്ളേർ കളി പോലെ സിനിമ ആർക്കും എടുക്കാം. സിനിമയുടെ തീം, സബ്ജക്റ്റ് മാറുന്നുണ്ട്. അതായത് അച്ഛനും അമ്മയും ഇല്ലാത്ത കഥാപാത്രങ്ങളാണ് കൂടുതൽ. കുടുംബകഥ അല്ലല്ലോ വരുന്നത്. അതെ, കുടുംബം അത് ഇപ്പോഴും പ്രസക്തി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും കുടുംബകഥ തിരിച്ചു വരികയും ചെയ്യും. സംശയം എന്താ? നമ്മൾ ഈ കഥ കേൾക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണത എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടുള്ളത്. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ തോളി കിടത്തിയിട്ട് അച്ഛനും അമ്മയും അല്ലെ അപ്പൂപ്പനും അമ്മൂമ്മയും കഥ പറഞ്ഞു തന്നാണ് ഉറക്കുന്നത്. ആ കഥ കേൾക്കാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് മാനുഷികമായിട്ട് ജന്മനാ കിട്ടുന്നതാണ്. അപ്പോൾ ഈ നല്ല കുടുംബകഥ എന്ന് പറയുന്നതിന് തന്നെയാണ് പ്രസക്തി. മാത്രമല്ല കുടുംബ പ്രേക്ഷകർ സിനിമ കാണണം. നേരത്തെ പറഞ്ഞാൽ പുലിമുരുകൻ ഇത്രയും വിജയിക്കാൻ കാരണം, പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ എല്ലാ പ്രേക്ഷകരെയും കണ്ടു എന്നുള്ളതാണ്. കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവരെ ആ സിനിമ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ കണ്ടാലേ സിനിമ വിജയിക്കുകയുള്ളൂ. അല്ല, ആ ഒരു വിടവ് നികത്താൻ വേണ്ടി എന്തുകൊണ്ട് നല്ല മലയാള സിനിമകൾ കുടുംബകഥകൾ വരും? അത് സീസണിലാണ്, ആ ഒരു സീസണിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് മാറുമ്പോൾ തീർച്ചയായിട്ടും കുടുംബകഥ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ശ്രീനിവാസന് പകരം വെക്കാൻ മറ്റൊരാളില്ല, ആ വിടവിനെ ഇപ്പം എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരുപാട് നരമാളന്മാർ ഇതുപോലുള്ള വിടവുകൾ താൽക്കാലികമായിട്ട് പലപ്പോഴും ഉണ്ടാവാം. അത് താൽക്കാലികം മാത്രമാണ്. അടുത്ത വേറെ ആൾക്കാർ വരും, സംശയമൊന്നുമില്ല. അത് നശിച്ചു പോകുന്നു. അല്ല, അപ്പം ഒരു അപ്ഡേഷൻ നടക്കണമല്ലോ. ഇപ്പോൾ സാറിപ്പം പുതിയ കാലഘട്ടത്തിലേക്ക് ടെക്നോളജി മാറി ഇല്ലാതിരിക്കുന്നത് വെറും താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. തീർച്ചയായിട്ടും ആ വിടവ് നികത്താൻ ആൾ വരും.